Good morning, students. ഏതൊക്കെ പാഠം പഠിച്ചു കഴിഞ്ഞു? രാജുവും അച്ഛനും കഴിഞ്ഞു. പിന്നെയോ ആലിബാബയും 40 കള്ളന്മാരും ആ പാഠവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റിവിഷനാണ്. രാജുവും അച്ഛനും എന്നുള്ള പാഠം ആണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്, മാമിനെ അറിയാം. സ്കൂളിൽ വന്നിട്ടും പഠിച്ചവരുണ്ട്, വീട്ടിലിരുന്നിട്ടും പഠിച്ചിട്ടുണ്ട്, നോട്ടൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. എന്നാലും മാം നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. നിങ്ങൾ ഒന്നുകൂടി നമുക്ക് പഠിക്കാമല്ലോ. റിവിഷനാണ്, പരീക്ഷയ്ക്ക് വരുമ്പോഴേക്കും റിവിഷൻ ചെയ്ത് വെച്ച പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കാം. അപ്പം ആദ്യം മാം അർത്ഥവും വിപരീതവുമാണ് നമുക്ക് ആ പാഠത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മാം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മാം ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലായിട്ട് ഉത്തരം വരണം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. അർത്ഥമാണ്: പിതാവ്, രുചി, ആഗ്രഹം, സന്തോഷം, കനം കുറഞ്ഞ. ഇതാണ് ബ്രാക്കറ്റുള്ള വാക്കുകൾ. ഇനി ഇതിലേത് വാക്കാണ്, അതിന്റെ ഉത്തരം ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഒന്നാമത്തെ വാക്ക് നോക്കൂ, കൗതുകം. കൗതുകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും വലിയ പിതാവാണോ? രുചി, ആഗ്രഹം, സന്തോഷം, കനം കുറഞ്ഞ. ഇതിലെ കൗതുകം, കൗതുകമായി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമായി, അല്ലെ? അപ്പൊ കൗതുകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തോഷം. അപ്പൊ ഇവിടെ എഴുതണം കേട്ടോ, സന്തോഷം. അടുത്ത വാക്കോ, സ്വാദ്. നല്ല സ്വാദുണ്ട്, ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ട്. സ്വാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രുചി. സ്വാദ്, രുചി. കണ്ടോ, രുചി ഈ പദമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. രുചി, സ്വാദ്, രുചി. അടുത്ത പദം ലഘു. ലഘു എന്ന് പറഞ്ഞാല് കനം കുറഞ്ഞ, ലഘുവായ, അങ്ങനെ കനം കുറഞ്ഞ. കനം കുറഞ്ഞ. അടുത്ത പദമോ മോഹം. മോഹമുണ്ട്, എനിക്കത് കിട്ടാനായിട്ട് മോഹമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അതിനായിട്ട് കിട്ടാനായിട്ട് ആഗ്രഹമുണ്ട്. മോഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആഗ്രഹം. കണ്ടോ, ഏതാ പദം? ആഗ്രഹം. മോഹം, ആഗ്രഹം. അടുത്ത പദം ഏതാണ്? അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പിതാവ്. അച്ഛൻ, പിതാവ്. പിതാവ്, താതൻ ഒക്കെ അച്ഛന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു? അർത്ഥമാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? കൗതുകം, സന്തോഷം, സ്വാദ്, രുചി, ലഘു, കനം കുറഞ്ഞ, മോഹം, ആഗ്രഹം, അച്ഛൻ, പിതാവ്. ഇനി നമുക്ക് വിപരീത പദങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ പദം ഒന്ന് വായിക്കൂ, ഗുണം. അതിന്റെ വിപരീതം എന്താണ്? ദോഷം. ഗുണം, ദോഷം. ലഘു, ഗുരു. ലഘു, ഗുരു. രസം, നീരസം. ഇഷ്ടമില്ല എന്നറിയില്ല. രസം, നീരസം. വാങ്ങുക, വിൽക്കുക. വാങ്ങുക, വിൽക്കുക. നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? അർത്ഥവും പഠിച്ചു, വിപരീതവും പഠിച്ചു. ഇനി നമുക്ക് ആ പാഠഭാഗത്തെ പര്യായങ്ങൾ പഠിക്കാം. ഭൂമി പര്യായം എന്താ പഠിച്ചത്? ധര, അവനി. ഭൂമി പര്യായം ധര, അവനി. ആനാപര്യായം കരി, ഗജം. ആനാപര്യായം കരി, ഗജം. കടൽ പര്യായം ആഴി, സാഗരം. ആഴി, സാഗരം. ഒന്ന് ഏതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു? അർത്ഥം, വിപരീതം, പര്യായം. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കുമ്പോൾ വേണം, എഴുതി പഠിക്കുകയും വേണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.